ഹായ് നമസ്കാരം. ദാസേട്ടനാണ്. തൃശ്ശൂർ തന്നെയാണ്, പക്ഷേ ചാലക്കുടിയിലാണ് കേട്ടോ. തൃശ്ശൂരിലെ ചാലക്കുടിയിലാണ്. ഇപ്പോൾ ഞാൻ വേറൊരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു കടയുടെ മുമ്പിൽ നോക്കുമ്പോൾ നിറയെ ഒരു പലചരക്ക് സ്റ്റേഷനറി പലചരക്കും അതുപോലെ തന്നെ ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് ആ ഷോപ്പിൻ്റെ മുമ്പിൽ നിറയെ മമ്മൂക്കിയായിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ട് ഒരാൾ, വലിയൊരു മമ്മൂട്ടി ആരാധകൻ, നമ്മളെക്കാളും വലിയൊരു മമ്മൂട്ടി ആരാധകൻ പരിചയപ്പെട്ടു വന്നപ്പോൾ ആണ് മനസ്സിലാക്കി ചാലക്കുടി മമ്മൂട്ടി ഫാൻസിൻ്റെ ഓൾ ഇൻ ഓളായിരുന്ന രണ്ട് ചേട്ടനിയന്മാർ, അനിലും സുനിലും. അതിൽ സുനിലിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അനിൽ ഫോൺ വിളിച്ചിട്ട് ഇപ്പോൾ സംസാരിച്ചു. അപ്പോൾ എന്താ പറയുക, ആൾ കൂടി ഇല്ല. അതുകൊണ്ട് സുനിലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സുനിലിന് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങളുടെ അടുത്ത്. കാരണം ഇത്ര വലിയൊരു ഡൈഹാർഡ് മമ്മൂട്ടി ഫാൻ, നമ്മളെക്കാളും വലിയ മമ്മൂക്ക ഫാൻ. പരിചയപ്പെടണ്ടേ? വരൂ. അപ്പം നമുക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള, അതായത് മമ്മൂക്ക ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവനാണ്. അതുപോലെ തന്നെ നമ്മളൊരു പുതിയൊരു ജീവനാണ്. ഇന്ന് ആണ് ആളെ നമ്മൾ കണ്ടുമുട്ടുന്നത്, അവിചാരിതമായി നമ്മളിന്ന് കണ്ടുമുട്ടുന്നത്. അപ്പോൾ സുനിൽ പറയൂ. സുനിലിനെ എന്തൊക്കെ പറയാനുള്ളത്? മമ്മൂക്ക എന്ന് മുതലാണ് മമ്മൂക്കയുടെ ആരാധന തുടങ്ങിയത്? 85-ലാണ് എന്റെ ഓർമ്മ. യാത്ര സിനിമ യാത്ര 85-ലാണ്. 85 തൊട്ടാണ് ഞാൻ മമ്മൂക്കയുടെ ആരാധകനാവുന്നത്. പിന്നെ മമ്മൂക്കയുടെ എല്ലാ സിനിമകളും. അന്ന് എത്രയില് പഠിക്കണേ? അതായത് 85-ലാണ് ഞാൻ SSC. അപ്പോ ഞാൻ 10-ലാണ് പഠിക്കുന്നത്. അപ്പൊ നീ എന്തൊരു 5-ലുണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയുടെ ഫ്ലെക്സ് വെക്കുന്നത് സാമ്രാജ്യം എന്ന സിനിമയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്ക്. അന്ന് ചാക്കുള്ളോ, ഫ്ലെക്സോ ബാനറുകളോ ഒന്നുമില്ല. നമ്മൾ ഈ പെട്ടിക്കടയിൽ വെക്കുന്ന ചാക്കില് വെച്ചു, അതൊരു പഞ്ഞിമരത്തുമ്പോ തൂക്കി ഇട്ടു. ഞാൻ താമസിക്കുന്ന വീടിന്റെ റോഡ് സൈഡില്. പക്ഷെ പിറ്റേ ദിവസം തന്നെ ക്രിമിനലുകൾ അത് എടുത്ത് മമ്മൂക്കാനെ മുഖം കീറി വെച്ചു. എനിക്കിതുപോലെ അനുഭവം ഉണ്ട്. അതിന്റെ കാളത്തോട് പുളിപ്പറമ്പ് എന്ന സ്ഥലത്ത് ഇതേപോലെ ഞാൻ ഒരു ബോർഡ് വെച്ചിട്ട് നേരം വെളുത്തുമ്പോഴേക്കും അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അന്ന്, ഈ കാലഘട്ടത്തിൽ തന്നെ. അപ്പം മമ്മൂക്ക ഫാൻസിൽ ഇത്രയും വളരെ സീരിയസ് ആയിട്ട് ചാലക്കുടി ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാനും ഇതുപോലെ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ? ഞങ്ങൾ മമ്മൂക്കയോടുള്ള ആരാധന കൊണ്ട് ഞങ്ങളൊരു കൂട്ടം കുട്ടികൾ ഇങ്ങനെ ഒത്തുചേർന്നു, ഒരു മീറ്റിംഗ് പോലെ. എന്നിട്ട് ഞങ്ങൾ എല്ലാ പടത്തിനും ഫ്ലെക്സുകൾ വെക്കും, കാര്യങ്ങൾ. മമ്മൂക്കയായിട്ട് ഒരു ബന്ധമില്ല, മമ്മൂക്കയോടുള്ള ആരാധന കൊണ്ട് മാത്രം. അങ്ങനെ ഫ്ലെക്സും എൻ്റെ നമ്പർ വെക്കും. അങ്ങനെ സുരഭി തിയേറ്ററിൽ സിനിമ കാണുന്ന നമ്മുടെ മമ്മൂക്കയുടെ PR വരും. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് മമ്മൂക്കയുടെ PR ജിൻസ് റോബർട്ട് നാള് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആളെൻ്റെ നമ്പർ കണ്ട് മമ്മൂക്കയുടെ വൈഫിനെ വിളിക്കണ്. ആരാന്നറിയില്ല, സുൽഫുത്ത. നമ്മുടെ ചാലക്കുടി പിള്ളേർ ഭയങ്കരമായിട്ട് ആഘോഷങ്ങൾ നടത്തുന്നത്, ആരാണ് ഇതിൻ്റെ മേധാവി എന്നറിയില്ല, ഭയങ്കര രസം, മേളം നടത്തുന്നത്, കാര്യങ്ങൾ നടത്തുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ ജിൻസ് സാറ് എൻ്റെ നമ്പറിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ മമ്മൂട്ടി ഫാൻസിലേക്ക് വരാനുണ്ടായ കാരണം. അതിനുശേഷം ഞാൻ മമ്മൂട്ടി ഫാൻസിൽ മെമ്പർഷിപ്പ് എടുത്തു. പക്ഷേ എനിക്ക് എന്നെ എല്ലാ സപ്പോർട്ടും ചെയ്തത് ജിൻസ് റോബർട്ട് എന്ന് പറഞ്ഞ സാറാണ്, മമ്മൂക്കയുടെ PR. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് മമ്മൂക്കയുടെ പ്രൈവറ്റ് സെക്രട്ടറി മേക്കപ്പ് മാനും കൂടിയായ ജോർജ് ചേട്ടൻ. അങ്ങനെ ഞാൻ മമ്മൂക്കനെ കണ്ടിട്ടില്ല എന്ന് ജിൻസ് സാറിനോട് പറഞ്ഞപ്പോൾ ആൾ അതിശയം, മമ്മൂക്കനെ കണ്ടിട്ടില്ല എന്നോ? നാളെ തന്നെ ശനി മമ്മൂക്കാരുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ താരാദാസിൻ്റെ സെറ്റിലേക്ക് എൻ്റെ ജിൻസ് റോബർട്ട് സാറ് പറഞ്ഞു ചോദിച്ചു. അവിടെയാണ് ഞാൻ മമ്മൂക്കായിട്ടുള്ള ആദ്യ കണ്ടുമുട്ടുന്നത്. ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ എൻ്റെ കണ്ണ് നനഞ്ഞു, എനിക്ക് സങ്കടം വന്നു. അങ്ങനെ മമ്മൂക്കാനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്ര സന്തോഷം അല്ലേ? കരച്ചില് എന്ന് പറയുമ്പോലെ സന്തോഷം അതായിരുന്നു. അതെ, സന്തോഷമല്ലടാ, അതൊക്കെ സന്തോഷമുള്ള കാര്യം. എന്താ, അവൻ പഴയ ഓർമ്മകളിലേക്ക് പോയി എല്ലാ കാര്യം. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ശക്തിയായി, മമ്മൂക്കെല്ലാം സപ്പോർട്ടും ചെയ്യും. പിന്നെ ഞങ്ങൾ യൂണിറ്റുകൾ ഉണ്ടാക്കി. അങ്ങനെ എല്ലാ യൂണിറ്റുകളെയും ഇന്ന് വരെ ആരും നമ്മളെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. എല്ലാ യൂണിറ്റുകളെയും പരമാവധി ഞാൻ മമ്മൂക്കാരെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിൻസിനെ കാണാത്തതിന്റെ വിഷമമുണ്ടോ എനിക്ക്? ജിൻസാറിനെ കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ആള് ഓസ്ട്രേലിയക്ക് പറഞ്ഞത്. പിന്നെ ഞാൻ ജിൻസാറിനെ മമ്മൂക്കായിട്ടുള്ള യാത്രകളിൽ കൂടെയാണ് കാണുന്നത്. മമ്മൂക്ക ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോ ജിൻസാറായിട്ടായിരിക്കും യാത്ര. ആൾക്ക് 2 പേരുള്ള അറിയോ? പിന്നെ റോബർട്ട് കുര്യാക്കോസ്, 2 പേരുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യമേ തൊട്ട് ജിൻസ് റോബർട്ട് എന്നാണ് എന്നെ പരിചയപ്പെടുത്തുമ്പോ ആള് സാറ് പറഞ്ഞത്. പിന്നെ എന്റെ കട ഉദ്ഘാടനത്തിന് എനിക്ക് സാജു കൊടിയൻ എന്ന ആർട്ടിസ്റ്റിനെ വിട്ടു തന്നത് ജിൻസ് സാറാണ്. പിന്നെ കട ഷോപ്പ് മാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ കോസ്റ്റ്യൂമറായ വേലായുധം കീഴിലാണ് എൻ്റെ അടുത്ത കട ഉദ്ഘാടനം ചെയ്തത്. പിന്നെ വേറെന്തൊക്കെയാ?
മാക്സിമം മമ്മൂക്കയുടെ സെറ്റുകളിലേക്ക് പോവാറുണ്ട്, വിജയാഘോഷങ്ങൾ നടത്താറുണ്ട്. അണ്ണൻ തമ്പിയുടെ സെറ്റിൽ പോയി, ലൗഡ് സ്പീക്കറിന്റെ സെറ്റിൽ പോയി, പിന്നെ അമ്പലമുകളിൽ മിഷൻ 90 ഡേയ്സ്, പിന്നെ എല്ലാ സിനിമകളും തൃശ്ശൂരാണ്. ചാലക്കുടിക്കാരനാണെങ്കിലും തൃശ്ശൂർ വന്നാണ് ഞാൻ സിനിമകൾ കാണാറുള്ളൂ. ഫാൻസ് രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ് അപൂർവ സിനിമകൾ ചാലക്കുടിയിൽ കാണാറുള്ളൂ. എനിക്ക് തൃശ്ശൂർ കാണുമ്പോഴാണ് ഒരു തൃപ്തി സിനിമകൾ കാണാൻ, രാഗത്തിൽ കാണുമ്പോൾ. പക്ഷെ നമ്മുടെ പടങ്ങൾ കൂടുതൽ രാമദാസിലാണ് പണ്ടത്തെ സിനിമ. ഒരു മമ്മൂട്ടി തിയേറ്ററാണ് ശരിക്കും രാഗം പറഞ്ഞത്. ഇപ്പൊ കുറെ വ്യത്യാസങ്ങൾ വന്നങ്ങളും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി പടം കളിച്ചാണ് തിയേറ്റർ തൃശ്ശൂർ രാഗമാണ്. രാമദാസിൽ വന്നിട്ടുണ്ട് കുറെ. ഞാൻ 11 വട്ടം അമര സിനിമ രാഗത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ചേട്ടനെ കുറിച്ച് 2 വാക്ക്. ചേട്ടൻ ഇവിടെ ഇല്ല. എന്റെ ചേട്ടന് ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ചാലക്കുടിയിൽ ഈ പ്രസ്ഥാനം കൊണ്ടുവന്നത്. ഞങ്ങൾ 2 പേരും അന്ന് ഞങ്ങൾ കുറെ അവഗണനകളൊക്കെ കേട്ടിട്ടുണ്ട്, മമ്മൂട്ടി ഭ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇപ്പൊ അവഗണനകളൊന്നും ഇല്ല. ഞങ്ങൾ 2 പേരും കൂടിയിട്ടുണ്ട് ഈ പ്രസ്ഥാനം കൊണ്ടുവന്ന് ഞങ്ങളൊരു ബാനർ വലിച്ചു കെട്ടി. ഞങ്ങൾ ഫാൻസ് ഒന്നും ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. എല്ലാ സിനിമകൾക്കും ഞങ്ങള് ഇവിടെ ചാലക്കുടിയിൽ ആദ്യമായിട്ട് ഫാൻസ് രൂപീകരിച്ചത് ഏത് സിനിമ കളിക്കുമ്പോഴാണ്? രാജമാണിക്യം രജിസ്ട്രേഷനോട് കൂടി. രാജമാണിക്യം സിനിമയാണ് രജിസ്ട്രേഷനോട് കൂടി ഞങ്ങൾ ഫാൻസ് രൂപീകരിച്ച. അതിക്ക് മുന്നേ ഞങ്ങൾ ഫ്ലക്സ് വെക്കും, കാര്യങ്ങൾ വെക്കും. നമുക്ക് ഇതിനെപ്പറ്റി അറിയൊന്നുമില്ല. തിയേറ്റർ ഓണർമാരെ പോയി കണ്ട് നമ്മൾ അതിന്റെ ഫ്ലക്സും കാര്യങ്ങളും വെക്കും. മമ്മൂക്കിക്ക് വേണ്ടി ജയ് വിളിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഞങ്ങളൊരു ഫാൻസ് എന്നുള്ളൊരു ഇതിൽ ഞാൻ തുടങ്ങിയത് രാജമാണിക്യം ഫ്രാഞ്ചൈസ് തിയേറ്റർ ചാലക്കുടി. ഇപ്പോഴത്തെ അവസ്ഥയിൽ പിള്ളേരുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇപ്പൊ അതിന് ശേഷം എന്റെ അച്ഛൻ മരണമടഞ്ഞു. അതിനുശേഷം ഞാൻ പ്രവർത്തനം നിലച്ചു. എനിക്ക് അങ്ങനെ പോകാൻ പറ്റാണ്ടായി, വീട്ടിൽ ആളില്ലാണ്ടായി. അതെന്നെ പിള്ളേരുകളൊക്കെ ചെയ്യും. അപ്പോഴേ സുനിയുടെ പറ്റൊരു ഫ്രണ്ട് ഷിബുവിനെ പരിചയപ്പെട്ടു. ഷിബു നമസ്കാരം. ഷിബു മമ്മൂക്ക ആരാധകനല്ലേ? 2 വാക്ക് മമ്മൂക്കയെ കുറിച്ച്. മമ്മൂക്കനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലായിരുന്നു. പക്ഷെ ഒരുപാട് സിനിമകൾ, അതായത് രാജമാണിക്യ സിനിമ സൂപ്പറാ. കാരണം ഞാൻ വന്നതിന് ശേഷം ലീവിന് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ ലെവൽ തന്നെയാണ്. അതേമാതിരി തന്നെ സുനിചേട്ടൻ്റെ ഒരു ഫേവറാണ് ഞാൻ. അത് വന്നിപ്പോ ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ചെന്നൈയിലായിരുന്നു. പക്ഷെ അത് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് സുനിചേട്ടൻ്റെ കടയിലാണ്. അതേപോലെ മമ്മൂട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവൽ. അങ്ങനെ ഇപ്പൊ നിറയെ ആക്ടർമാരുണ്ട്. മോഹൻലാലുണ്ട്, വൈബിയുണ്ട്, മിനിമുണ്ട്, വർഷയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മമ്മൂട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, എല്ലാം കൂടെ അഭിനയം മാത്രമല്ല സ്വാഭാവികമായിട്ട് ആള് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യണം, ആളുകളെ അറിയിക്കാണ്ട് കുറെ കാര്യങ്ങൾ, എന്നിട്ടും കുറെ കാര്യങ്ങൾ അറിയണതാണ് നമ്മളെല്ലാവരും. പക്ഷെ ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ചെയ്യുന്ന പ്രവൃത്തി 100 കാര്യങ്ങൾ ആള് ചെയ്യണമെങ്കിൽ 10 കാര്യങ്ങൾ ജനങ്ങൾ അറിയണുള്ളൂ. പക്ഷെ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ. എന്റെ അറിവിൽ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ വന്ന് ചെന്നൈ ഞാനൊക്കെ വന്ന് ഞാൻ 90 ആണ് എഴും സ്റ്റുഡിയോയില് ഉള്ള ആളാണ് ചെന്നൈയിൽ. അന്ന് മമ്മൂട്ടിയൊക്കെ അവിടെ സ്റ്റുഡിയോയിൽ പഴയൊരു തമിഴ് പടത്തിൽ വന്നിട്ടുണ്ട്. അന്നത്തെ എനിക്കറിയാം. കാരണം ഞങ്ങളൊക്കെ അന്ന് 7 സ്റ്റുഡിയോ ഇതിൽ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ വന്നിട്ടുണ്ട് സ്റ്റുഡിയോയിൽ. കാരണം അതൊക്കെ വേറെ കുളമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ലെവല് വേറെയാണ്. ഇവരെല്ലാരും അവിടെയായിരുന്നല്ലോ മലയാള സിനിമ മുഴുവൻ. പിന്നെ ഞങ്ങൾ മൊത്തം വൈഫ് സെറ്റിലായി കാര്യങ്ങളായി. മമ്മൂട്ടിക്ക പറഞ്ഞത് അത് ഒരു കരടാണ്. കാരണം കാര്യങ്ങൾ വെച്ച് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെയാണ് തിരുവനന്തപുരം. ഓക്കെ, താങ്ക് യു. സുനിലിന്റെ കടയില് നമ്മൾ ആ വിചാരിതായിട്ട് വന്നു അല്ലേ? ഞാനൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ഒരു ഷോപ്പ് കണ്ടപ്പോൾ കയറിയതാണ്, വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ സുനിലിന്റെ കടയിൽ ആ വിചാരിതായിട്ട് കയറി. അപ്പോൾ സുനിൽ എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഞാൻ ദാസേട്ടനെ പരിചയപ്പെടാൻ ഇരിക്കാണ്. അതല്ലേ, ഞാൻ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ദാസേട്ടന്റെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. എനിക്ക് ടൈമില്ല, എന്നാലും രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ദാസേട്ടന്റെ വീഡിയോ ഒറ്റ ദിവസം മുടക്കാറില്ല. പിന്നെ അതേപോലെ എന്റെ ചേട്ടന് ദാസേട്ടനെ കാണണമെന്ന് കുറച്ച് നാളായി. ആള് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആള് വേറെ സ്ഥലത്ത് ജോലി ചെയ്യണ. ചേട്ടന്റെ പേര് അനിൽ. അപ്പൊ ആള് വലിയ പ്രവർത്തനങ്ങൾ രണ്ടുപേരായിരുന്നു. ആൾക്ക് ഇപ്പൊ ജോലിയും കാര്യം. എന്നാലും ഞങ്ങള് ചേട്ടനും എല്ലാ പടവും തൃശ്ശൂർ വന്നാണ് കാണാം. ഫസ്റ്റ് ഷോയ്ക്ക് ആളുണ്ടാവും. എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ചിലപ്പോൾ വീഡിയോ നമ്മൾ വീണ്ടും വരും സുനിലിന്റെ വിശേഷങ്ങളുമായിട്ട്. എന്തായാലും തൽക്കാലം
വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് എന്താ പറയാനുള്ള, നാളെ മമ്മൂക്കയുടെ തത്ത പച്ച എന്ന് പറഞ്ഞ സിനിമ പച്ചാന്ന് പറഞ്ഞ മമ്മൂക്ക പടത്തില് ആറാടുന്ന പടമാണ് മമ്മൂക്കയാണ് ഇപ്പൊ ആ പടത്തിന്റെ ഹൈലൈറ്റ്. മമ്മൂക്ക ഉള്ളത് കൊണ്ടാണ് ഇതേമാത്രം ടിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ പോണത്. പടം പതുക്കെ ചെറുതായിട്ട് വന്നു. മമ്മൂക്ക ഉണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാ ഹൈപ്പിലിരിക്കുന്ന പടം പോയിക്കൊണ്ടിരിക്കുന്ന പ്രീമിയർ ഷോ കഴിഞ്ഞു. നല്ല അഭിപ്രായമാണ്. മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ഗംഭീര എന്ന് പറയുന്നത്. അടിപൊളി ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. പിന്നെ നമ്മുടെ വേഫയറാണ് പടം വിതരണം ചെയ്യുന്നത്. ദുൽഖറാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മമ്മൂക്ക ആറാടുന്ന പടമായിരിക്കും. 3 ദിവസം കൊണ്ട് തന്നെ 50 കോടി കഴിയും. ഒരാഴ്ച കൊണ്ട് 100 കോടി അടിക്കാൻ 99% ഉറപ്പുള്ള ചിത്രമായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ദാസേട്ടൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ദാസേട്ടൻ തൃശ്ശൂർ ചാലക്കുടിയിൽ സുനിലിന്റെ മമ്മൂക്ക ഡൈഹാർഡ് ഫാൻ സുനിലിന്റെ കടയിൽ നിന്ന്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റും കൂടി ആൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ പറയാറില്ലേ, വെൽനസ് പ്രൊഡക്റ്റ് ഗംഭീർ റിസൾട്ടാണ്. അപ്പോൾ ആൾ കാലുമ്പോൾ ചെറിയൊരു ഇതൊക്കെ എന്താ കാലുമ്പോൾ കളർ മാറ്റം കാര്യങ്ങളൊക്കെ, പിന്നെ ഉപ്പിറ്റി വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആൾ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസും ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്തേക്ക് വന്നതാണ്, ചാലക്കുടി അടുത്ത്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറും കൂടി ആയിട്ടുണ്ട്. ഓക്കെ.